ഒരു സാധാരണ റീച്ചിനെ കാട്ടിലൊക്കെ മേളിൽ പോയി. അപ്പോൾ ട്രെയിലറിൻ്റെ ഇത് വെച്ചിട്ട് തിയേറ്റർ റെസ്പോൺസ് വന്നു തുടങ്ങി. തിയേറ്റർ റെസ്പോൺസ് ലൈക്ക് ഒരു ഫ്രീ ടൈം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് തിയേറ്റർ തരാം എന്നുള്ളൊരു മൂഡ്. അപ്പം നമ്മളിങ്ങനെ ഫ്രീ ടൈം നോക്കി ഇരിക്കുമ്പോഴാണ് തുടരും കയറി അടിക്കുന്നത്. അപ്പോൾ പിന്നെ ഇനി അതിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ എങ്ങനെയൊക്കെയോ 8th ഇറക്കാൻ പറ്റി. അവിടെ നിന്ന് ബിൽഡായി വന്നു. അപ്പോൾ ഈ മാർക്കറ്റിംഗ് കഴിഞ്ഞിട്ട് ഈ തിയേറ്റർ കിട്ടുന്ന പരിപാടി, ഈ തിയേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് ഡൗൺ ആയാൽ വേറൊന്നും കൊണ്ടല്ല, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ചില സമയത്ത് ഒരു പടവും അടിക്കാതെ ഇങ്ങനെ ഇരിക്കും, ചില സമയത്ത് എല്ലാം വർക്കായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഒന്ന് ഡൗൺ ആയാൽ അവരുടെ അടുത്ത് മാറ്റും. ഹോൾഡ് ഓവർ ആയി കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വേർഡ് ഓഫ് മൗത്തിൻ്റെ കാര്യം പറയുമ്പോൾ അതിൻ്റെ റിസ്ക് എലമെൻ്റ് എന്ന് പറയുന്ന വേറൊരു കാര്യമുണ്ട്. ചിലപ്പോൾ വേർഡ് ഓഫ് മൗത്ത് വരുന്നത് 3-ാം ദിവസമോ 4-ാം ദിവസമായിരിക്കും. ഈ 3-4 ദിവസത്തിനുള്ളിൽ പടം ഹോൾഡ് ഓവർ ആവും. ഹോൾഡ് ഓവർ ആയിക്കഴിഞ്ഞാൽ പാറ്റേൺ മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹിറ്റായാലും പ്രൊഡ്യൂസറിന് കിട്ടുന്നത് ലോവർ ഷെയറാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഒരു ഫസ്റ്റ് ഡേ അഭിപ്രായം വന്നു, സെക്കൻഡ് ഡേ എങ്കിലും തിയേറ്ററിൽ ആ ഹോൾഡ് ഓവർ പാറ്റേൺ ആവുന്നതിന് മുമ്പ് നമുക്ക് ആൾ കയറണം. ദാറ്റ്സ് എ വെരി അവിടെയാണ് നമുക്ക് ചിലപ്പം ഈ റിവ്യൂവേഴ്സിൻ്റെ ഇതിൽ നമുക്ക് പ്രശ്നങ്ങൾ വരും. അപ്പം നമ്മൾ അതിനെ ടാക്കിൾ ചെയ്യണം. അപ്പോൾ ഇതിനെ ഇൻ പാരലാണ് ഇത് നടക്കുമ്പോൾ. ഇപ്പം നമ്മളൊന്ന് ആളുകൾ നമ്മളുടെ ചിലപ്പോൾ ഒരു പ്രൈമറി ഓഡിയൻസ് ആയിരിക്കില്ല കയറുന്നത്. ഇപ്പം പ്രൈമറി ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ സൂര്യക്ക് ചില ഇഷ്ടമുള്ള ഒരു ജോണർ ഉണ്ടാവും, സൂര്യയുടെ ഏജ് വെച്ചിട്ട്. അല്ലെങ്കിൽ സൂര്യക്ക് ചിലപ്പോൾ ഹൊറർ ഫിലിംസ് ഇഷ്ടമല്ലായിരിക്കും, അല്ലെങ്കിൽ ആക്ഷൻ സിനിമ അല്ല ഞാൻ പറയാണ്, ചിലർക്ക് അങ്ങനെയുണ്ട്. അപ്പം ഞാൻ സെയിൽസിലായിരുന്നുകൊണ്ട് നമുക്ക് മോഹം കണ്ടാൽ അറിയാം ഹൊറർ ഇഷ്ടമാണ്. അപ്പോൾ ചിലപ്പോൾ ആക്ഷൻ ഫിലിംസ് കണക്ട് ആവില്ല, ചിലപ്പോൾ ലൈറ്റ് ഹാർട്ടഡ് ഫാമിലി അല്ലെങ്കിൽ ഹോം പോലത്തെ സിനിമയിലേക്കാണ്. പക്ഷേ നമ്മൾ ചിലപ്പം ഇപ്പം ഞാൻ പടക്കളം അതിൻ്റെ ജോണർ ഏതാണെന്ന് സൂര്യക്ക് ചിലപ്പോൾ കറക്റ്റായിട്ട് ചിലപ്പോൾ കൺവേ ആയില്ല എന്ന് വരും. കറക്റ്റായിട്ട് കൺവേ ആവാതെ സൂര്യ വിചാരിച്ച ജോണറാന്ന് പറഞ്ഞ് സൂര്യ കയറി. അപ്പോൾ സൂര്യ ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല. അത് സൂര്യയുടെ കുഴപ്പമല്ല. സൂര്യ എന്നാൽ ആ ജോണർ ഇഷ്ടപ്പെടുന്ന വേറെ ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ടാവും, അതേ ജോണർ ഇഷ്ടപ്പെടുന്നത്. അതാണ് പ്രൈമറി ഓഡിയൻസ് എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും ഒരു സിനിമ മാർക്കറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രൈമറി ഓഡിയൻസിലേക്കാണ് അത് മാർക്കറ്റ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെയാണ്. ഹോം ആ രീതിയിലായിരുന്നില്ലേ മാർക്കറ്റ് ചെയ്തത്? ഹോം ഞാൻ മാർക്കറ്റ് ചെയ്യേണ്ടി വന്നില്ല, അത് OTT റിലീസായിരുന്നു. അതുകൊണ്ട് അത് അല്ല, കുറച്ചൊരു ഫാമിലി അങ്ങനെയാണ്. ആ സമയത്ത് ആ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള കാരണം നമ്മുടെ സൊസൈറ്റിയിൽ നിൽക്കുന്ന മൂഡ് എന്താണോ ആ മൂഡ് ആ സിനിമയിലുണ്ടെങ്കിൽ നമുക്ക് ആ സിനിമ വർക്കാവാൻ കൂടുതൽ സാധ്യതയുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ അഡിക്ഷൻ അല്ലെങ്കിൽ കോവിഡ് സമയത്ത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സിൻ്റെ അഡിക്ഷൻ കൂടി നിന്ന സമയത്താണ് ആ സിനിമ വരുന്നത്. അപ്പോൾ ദ സൊസൈറ്റി അല്ലെങ്കിൽ ദ മൂഡ് അതിനെ ഹെൽപ്പ് ചെയ്യും. ഇപ്പം നാത്താൻ കേസുകൂട് എന്ന് പറയുന്ന സിനിമയെ അന്ന് ആ സമയത്ത് നമ്മുടെ റോഡുകളിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് നിന്നപ്പം ഇറങ്ങിയ പടം ആ മൂഡ് അതിനെ സപ്പോർട്ട് ചെയ്യും. 2018 നമ്മളെല്ലാവരും കണ്ട ഒരു ഡിസാസ്റ്റർ ആണ് ആ സിനിമയിൽ സബ്ജക്റ്റായിട്ട് വന്നിട്ടുള്ളത്. അത് കേരളം മൊത്തം ഒരേപോലെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഓരോ നാട്ടിലും പല നാടുകളിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം ഒരു നാട്ടിൽ കാണിച്ചു. അപ്പം അതിനെ ഇത് ചെയ്യും. അപ്പം അങ്ങനെ ആ മൂഡ് ഹോമിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടെയാണ് നമ്മൾ ഫസ്റ്റ് ഡേ ഈ വേർഡ് ഓഫ് മൗത്ത് നമ്മുടെ പ്രൈമറി ഓഡിയൻസ്. അപ്പം എല്ലാ റിവ്യൂവേഴ്സ് ഓൾസോ ഹ്യൂമൻസ് അല്ലേ, റിവ്യൂവേഴ്സ് ഹ്യൂമൻസ് ആണ്. അവർക്ക് ഇഷ്ടപ്പെടുന്ന ജോണേഴ്സ് ഉണ്ടാവാം, അവർക്ക് ഇഷ്ടപ്പെടാത്ത ജോണേഴ്സ് ഉണ്ടാവാം. അങ്ങനെ ശരിക്കും റിവ്യൂസ് അവരുടെ ഒരു സെൽഫായിട്ടുള്ള ഒരു അഭിപ്രായത്തിനേക്കാൾ കൂടുതൽ ആ സിനിമ മൊത്തത്തിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ പറയുന്ന റിവ്യൂവേഴ്സ് ഉണ്ട്, അവരോട് എനിക്ക് റെസ്പെക്റ്റ് ആണ്. കാരണം നല്ല റിവ്യൂവേഴ്സ് ഉണ്ട്. അത് ഒരു നമ്മൾ ചിലപ്പോൾ കാണുമ്പോൾ എന്താ ഈ പറയണമെന്ന് ഞാനിപ്പോൾ കണ്ടപ്പം നല്ല റിവ്യൂ പറഞ്ഞ് ഇഷ്ടംപോലെ പൈസ കിട്ടും എന്ന് വിചാരിച്ച് റിവ്യൂവിലേക്ക് വരുന്ന സിനിമയെക്കുറിച്ച് ABCD അറിഞ്ഞുകൂടാത്ത റിവ്യൂവേഴ്സും ഉണ്ട്. ചുമ്മാ ഇങ്ങനെ ഒരാൾ പടക്കലത്തിൻ്റെ റിവ്യൂ വെച്ചിട്ട് അങ്ങനെ ഒരു പടം ആ ആക്ടറിൻ്റെ പേരെന്താ അതെനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പിന്നെ അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പക്ഷെ ജെന്യുവനായിട്ട് അല്ല വേദനയൊന്നുമില്ല, ഒരു ചെറിയൊരു എന്തോ ഒരു റിജക്ഷൻ എന്നൊക്കെ പറയത്തില്ല. പക്ഷെ നല്ല റിവ്യൂസ് ഉണ്ട്. അപ്പം അവരിൽ തന്നെ ചിലവർക്ക് സിനിമേനെ ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിയാം, ചിലവർക്ക് അവർ റിവ്യൂ പറയാൻ വേണ്ടി, പക്ഷെ അത് അവരുടെ ജോണർ ആയിരിക്കില്ല, അത് അവർക്ക് യാതൊരു താല്പര്യവുമില്ലാത്ത ജോണറായിരിക്കും.
അതിനെക്കുറിച്ച് അവർ അഭിപ്രായം തൽക്കാലം മാറ്റിവെക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഗിവ് ഇറ്റ് അനദർ 3 days ആൻഡ് ദെൻ യു സേ ഇഫ് ദാറ്റ്സ് വാട്ട് ഐ ബിലീവ്. ഇപ്പം ഞാനൊരു സിനിമ കണ്ടു, എനിക്ക് അത് വർക്കായില്ല, പക്ഷേ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് ചിലവർക്കത് വർക്കായേക്കാം. എല്ലാ സിനിമകളും എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന സിനിമകളാണ് മാസ് മെഗാ ഹിറ്റ് എന്നൊക്കെ പറയുമ്പോൾ തുടരും എന്ന് പറയുന്ന സിനിമയൊക്കെ അങ്ങനത്തെ ആ ജോണറിൽ പെടുന്ന എല്ലാ സിനിമകളും അങ്ങനെ ആവണമെന്നില്ല. അതുകൊണ്ടാണ് ഈ റിവ്യൂ പറയുന്നതിനെക്കുറിച്ച് ആർഗ്യുമെൻസും ഈ പ്രശ്നങ്ങളും ഒക്കെ വരുന്നത് എന്നാണ് എനിക്ക്. അപ്പോൾ ഈ റിവ്യൂവേഴ്സിനെയും താണ്ടി അത് കഴിഞ്ഞിട്ടാണ് സെയിൽസ് എന്ന് പറയുന്നൊരു പ്രശ്നം വരുന്നത് പ്രൊഡ്യൂസർ സംബന്ധിച്ച്. എന്താണ് ഇത് വിൽക്കണം, തിയേറ്റർ റവന്യൂ കൊണ്ട് മാത്രം ചിലപ്പോൾ നമുക്ക് അത് ബ്രേക്ക് ഈവനാക്കി പ്രോഫിറ്റ് ആക്കാൻ പറ്റില്ല. അപ്പം ചില സമയത്ത് സാറ്റലൈറ്റ് ബൂം വരുന്ന 2008-9 to 2015 എന്ന് പറയുന്ന കാലഘട്ടത്തിൽ സാറ്റലൈറ്റ് ബൂം ഉണ്ടായിരുന്നു. പെട്ടെന്ന് സാറ്റലൈറ്റിൻ്റെ റേറ്റുകൾ കൂടുന്നു. അന്ന് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ബൂമാവുന്നു. അതിനനുസരിച്ച് എല്ലാ വിഭാഗത്തിലും സാലറീസും ഇതും കൂടുന്നു. എനിക്ക് ഇത്ര റൈറ്റ് ഉണ്ട് എന്നങ്ങനെ. പക്ഷേ ഈ ബൂം താഴോട്ട് വരുമ്പോഴും ഇത് താഴോട്ട് വരുന്നില്ല, ഇതങ്ങനെ തന്നെ നിൽക്കും. അവിടെയാണ് പ്രശ്നങ്ങൾ. അത് കഴിഞ്ഞ് 2017 മുതൽ ഒരു OTTയുടെ ബൂം വന്നു. OTTയുടെ ബൂം വന്ന് അത് ഇപ്പം സാച്ചുറേഷനായി. അതിപ്പം ലിറ്ററലി വളരെ, അതായത് 200 സിനിമകൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ വർക്കായ ഒരു 30-40 സിനിമകൾക്ക് മാത്രം ആയി OTT. ബാക്കിയുള്ളതിനൊന്നും ആയിട്ടില്ല. വേറാസ് ദ കോസ്റ്റ് സ്റ്റേസ് ദ സെയിം. ഇവിടെയാണ് അസോസിയേഷൻ പറയുന്ന കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു വരുന്നത്. അതായത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പ്രൊഡ്യൂസേഴ്സ് ഇപ്പൊ പറയുന്നുണ്ട്, അതായത് ഈ തിയേറ്ററിൽ അധികം ഇപ്പൊ പറഞ്ഞിരുന്നു അതിന് താങ്കൾ തന്നെ മാസമായിട്ടുള്ളൊരു മറുപടി ഒക്കെ കൊടുത്തിരുന്നു, എന്റെ പടം ഹിറ്റാണ്. മാസല്ല, ഞാനത് അസോസിയേഷനിലെ അസോസിയേറ്റ് മെമ്പറാണ്. അതുകൊണ്ട് എനിക്ക് എല്ലാ യോഗങ്ങളിലും പങ്കെടുക്കാൻ പറ്റത്തില്ല. അസോസിയേറ്റ് മെമ്പറിൻ്റെ കാരണം ഞാൻ അമ്മയിലും മെമ്പറായതുകൊണ്ട്, ഞാൻ പല അസോസിയേഷനിലും മെമ്പറായതുകൊണ്ട് അങ്ങനെ മെമ്പർഷിപ്പ് ഉള്ളവർക്കാണ് അസോസിയേറ്റ് മെമ്പർ. ഞാൻ 22 പടം ചെയ്തെങ്കിലും ഞാൻ പുറത്ത് നിൽക്കുന്ന ഒരു മെമ്പറാണ്. അപ്പം ഞാൻ അഭിപ്രായം പറയേണ്ട സമയത്ത് പറയാം, എന്നോട് ചോദിച്ചാൽ പറയാം. ഞാൻ അസോസിയേഷനോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കണക്ക് തെറ്റാണ്. കാരണം ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഡ്യൂസർ ബുക്സ് ക്ലോസ് ചെയ്യുമ്പോഴാണ് ആ സിനിമ ലാഭമാണോ നഷ്ടമാണോ എന്ന് പ്രൊഡ്യൂസർ തീരുമാനിക്കുന്നത്. അപ്പോൾ എൻ്റെ ചില സിനിമകളുടെ ഒക്കെ ബുക്സ് ക്ലോസ് ചെയ്യുന്നത് 1 വർഷത്തിന് ശേഷമായിരിക്കും. ഇപ്പം വാലാട്ടി എന്ന് പറയുന്ന സിനിമ 2 വർഷം മുമ്പ് ഇറങ്ങി, ഇപ്പോഴും എൻ്റെ ബുക്സ് ക്ലോസ്ഡ് അല്ല. കാരണം വാലാട്ടി ഞാനിപ്പോൾ റഷ്യയിൽ ഡബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷിൻ്റെ ഡബ്ബിങ് നടക്കുന്നു, സ്പാനിഷ് കൊടുത്തിട്ടുണ്ട്, ചൈന സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോ ഭാഷയിലും ഞാൻ അതിൻ്റെ ഡബ്ബിങ് റൈറ്റ്സ് കൊടുക്കുന്നുണ്ട്. ബിക്കോസ് അപ്പം അത് ലാഭമാണോ നഷ്ടമാണോ ഞാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പം മാസക്കണക്ക് എന്ന് പറയുന്നത് തെറ്റാണ്. ക്വാർട്ടർലി പറയാം, അല്ലെങ്കിൽ ഇയർലി പറയാം, അല്ലെങ്കിൽ ഹാഫ് ഇയർലി പറയാം. ഹാഫ് ഇയർലി പറയാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ജൂലൈ വരെയുള്ള കണക്ക് വേണമെങ്കിൽ ഓഗസ്റ്റിൽ പറയാം. കാരണം അത് ഓരോ പ്രൊഡ്യൂസേഴ്സിൻ്റെ നിന്നും എടുക്കണം, നിങ്ങൾക്ക് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത്. കാരണം ഇപ്പം പ്രൊഡ്യൂസർ അസോസിയേഷൻ പറയുന്ന രീതി എന്ന് പറയുന്നത് ഒരു സിനിമ കഴിഞ്ഞ മാസത്തെ കണക്ക് ഈ മാസം എങ്ങനെ പറയാൻ പറ്റും? ഈ ബോക്സ് ഓഫീസ് ഇത്ര രൂപ കോസ്റ്റായി, ഇത്ര രൂപയെ കളക്ട് ചെയ്തുള്ളൂ. ഫെയർ ഇനഫ്. അയാൾ ചിലപ്പോൾ അത് പേപ്പർ വ്യൂവിൽ ഇട്ടേക്കാം, അത് OTT കൊടുത്തേക്കാം, അതിൻ്റെ റീമേക്ക് റൈറ്റ്സ് കൊടുത്തേക്കാം, അതിൻ്റെ ഡബ്ബിങ് റൈറ്റ്സ് കൊടുത്തേക്കാം. ഇതൊക്കെ നടക്കുന്നത് പിന്നെയല്ലേ. അപ്പം അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാത്രമേ ഒരു സിനിമ ലാഭമാണോ നഷ്ടമാണോ എന്ന് തീരുമാനിക്കാൻ, എത്ര നഷ്ടമുണ്ട് എത്ര ലാഭമുണ്ട് എന്നുള്ളത് അതിന് ശേഷം മാത്രമേ തീരുമാനിക്കാൻ പറ്റുള്ളൂ. അന്ന് ഈ രീതിയിലല്ല. അത് പറയുന്നുണ്ടെങ്കിൽ അത് ചില പ്രൊഡ്യൂസേഴ്സിന് താല്പര്യം ഉണ്ടാവില്ല. നഷ്ടമാണെങ്കിൽ നഷ്ടമായി, ദാറ്റ്സ് മൈ പ്രോബ്ലം. അത് ഇൻഡസ്ട്രിക്ക് ഉണ്ടാകുന്ന നഷ്ടമൊന്നുമല്ല, അങ്ങനെ ചിന്തിക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെ അത് പുള്ളിയുടെ അനുവാദമില്ലാതെ അത് നഷ്ടമാണെന്ന് പറയുന്നതിനോടും ഞാൻ യോജിക്കുന്നില്ല.